കട്ട് ഇറ്റ്. ഓക്കെ ആണോ മണി? ഓക്കെ സാർ. ഓക്കെ ലിസ, ബ്യൂട്ടിഫുൾ. ഒന്ന് റീവൈൻഡ് ചെയ്ത മണി. റീവൈൻഡ്. അച്ചായോ, എങ്ങനെയുണ്ട് എന്റെ കൊച്ച്? ബോംബെ മോഡൽസ് ഒക്കെ കുനിഞ്ഞ് അല്ല കുമ്പിട്ട് നിക്കണം. ലിസിക്ക് രാശി മാത്രമല്ല ഫേസും ഉണ്ട്. രണ്ടും വേണം അല്ലേ? ശോ കർത്താവേ, ആരുടെയും കണ്ണുപെടല്ലേ. നിന്റെ കൊച്ചു മോശമാവില്ലല്ലോ അച്ചാമ്മേ. മുള്ളിന്റെ മൂട്ടി മുള്ളല്ലേ മുളയ്ക്കൂ. ഇത് അച്ചായൻ തന്നെ പറയണം. വേണങ്ങാതെ അച്ചാമ്മോ. അതെ, ഇതൊക്കെ ഈ പ്രതാപ സാറിന്റെ കഴിവാ. ചില മോഡൽസിന്റെ തള്ളമാര് പറയാറുണ്ട്, ഏത് ശിവകാശികൾ വന്നാലും പ്രതാപ സാറിന്റെ ഫ്രെയിമിൽ വിശ്വസുന്ദരികൾ കാണുന്നു. അല്ലേടോ ഷാജി? സംശയമുണ്ടോ? രാവണന്റെ തലയല്ലേ ഗുരുജിക്ക്? അല്ലേടാ? പിന്നെ ഗുരുജിയുടെ മാത്രം കഴിവാണെങ്കിൽ ഇയാളെ പിടിച്ച് അഴപ്പാവട് ഉടുപ്പിച്ച് കിടത്തിയാ മതിയായിരുന്നല്ലോ. എന്റെ അച്ചാമ്മോ, ഫ്രഷ് ഫേസ് വേണം, പുതിയ മോഡൽസിനെ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും നിലവിളിക്കുന്ന കേൾക്കായി പ്രതാപ സാറ്. നിന്റെ കഷ്ടപ്പാടോർത്തല്ലേ ഞാൻ അയാളെ തണുപ്പിക്കുന്നത്. നമസ്കാരം ചായ. എത്ര ആർട്സ് ആയെന്നറിയോ ലിസ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. വാമോളെ. കുമാരെ, എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം? ഇതിലെന്താണ് ഇത്ര അത്ഭുതം? ഒരു അര പാവാടയും 1/2 മീറ്ററിൽ ഒരു ബ്ലൗസും. എന്റെ മേക്കപ്പ് ഒന്ന് നോക്ക്. ലിസ ഇതിനു മുമ്പ് ഇത്ര ഭംഗിയായി കണ്ടിട്ടുണ്ടോ? കാറ്റടിച്ചപ്പോ ഞാൻ പ്രതീക്ഷത്രയും പാവാട പൊങ്ങിയില്ല. അതെങ്ങനെ പറ്റി? സുബ്രഹ്മണി, ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഫാനിന്റെ ഡിഫറെന്റ് ആംഗിളിലുള്ള കുറെ ഷോട്ട്സ് എടുത്തു. ഡിഫറെന്റ് റേഞ്ച്. ബല, വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഓവർ. ഫാനിന്റെ കുറെ ഷോട്ട്സ് എടുക്കാനുണ്ട്. അതൊന്ന് നോക്കിക്കോളൂ. സർ, അനുവ. ഓ കൊണേ, അയ്യോ അപ്പയല്ല, അപ്പയല്ലേ ഇത് വേറെ. ഇങ്ങോട്ടോ. എന്റെ പേര് മധുന. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നെ കൊണകൊണയെന്ന് അയ്യോ, വിളിക്കുന്നത്. എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് പയ്യ ഉണ്ടായിരുന്നല്ല, മെല്ലിച്ചിട്ട് നിന്നെ പോലെ ഇരിക്കും. അവന്റെ ഓർമ്മ വരും എനിക്ക് നിന്നെ കാണുമ്പോ. കൊണശേഖരൻ. അതിന് അവൻ വേറെ ക്യാമറ പോയില്ലേ? ആ, അവനെ ഞാൻ തന്നെയല്ലേ പറഞ്ഞു വിട്ടത്. അവൻ പോയി രക്ഷപ്പെട്ടോട്ടെന്ന്. പിന്നല്ലാതെ. പിന്നെ നീ ഇച്ചിരി വെള്ളം ഇഞ്ഞെടുത്തുണ്ടോ? എന്റെ ജോലി പ്രൊഡക്ഷനിലല്ലേ, ഞാൻ ഡ്രൈവറാണ്. അവിടെ പറയാൻ വെള്ളത്തിന്റെ കാര്യം ഡാടാ, നീ ഇവിടെ നില്ലേ? ഇന്നലെ വരെ ഈ ഷോട്ട് എടുത്തപ്പോ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഇന്ന് മാത്രം ആ മൈപ്പിൽ ഒഴിയണ കണ്ടപ്പോ ഓടി ഇങ്ങ് വന്നല്ലയോ? അത് ഇന്നലെ എടുത്തത്. ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്. ആ, അത് ശരി. അപ്പൊ നിനക്ക് സ്ക്രിപ്റ്റ് പരിശോധന ഉണ്ടല്ലയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് കാണണോ എനക്ക്? അതെ, ആ ഫാൻ ഇങ്ങോട്ട് തിരിച്ചു വെക്ക്. ലൈറ്റ്സ് ഓൺ. ആ മോളെ, അച്ഛൻ ഷൂട്ടിലായിരുന്നു. ആ, നാളെ വരാം. 2 ദിവസം അവധിയിൽ. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നമസ്കാരം സാർ. രാവിലെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ നമസ്കാരം. ഈ അതിവിനയം പാടില്ല കേട്ടാ, അത് ഫ്രോഡുകളുടെ ലക്ഷണമാണ്. പോയിക്കോളൂ. പറഞ്ഞ വേണ്ട. ആ, അല്ല മോളെ, ഇവിടെ ഒരു ഫ്രോഡിന്റെ കാര്യം പറഞ്ഞ അച്ഛൻ പിന്നെ വിളിക്കാം. ശരി സർ. ആ, ഫാനിന്റെ ഷോട്ട്സ് ഒക്കെ എടുത്തു സർ. സാറിനൊരു നിവേദനം ഉണ്ടായിരുന്നു. നിവേദനോ? നമസ്കാരം സർ. നമസ്കാരം കാർത്തിക. ഈ ഭാഗത്തേക്കൊന്നും കാണാനേ ഇല്ലല്ലോ. ലിസിയുള്ളപ്പോ നമുക്ക് ചാൻസ് ഒന്നും ഇല്ലല്ലോ സർ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? സാറിന്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ വരിക, അതാണ് നിവേദനം. ഏതോ ഒരു ഫിലിമിൽ ഹീറോയിനായിട്ട് വരാൻ പോകുന്ന പത്രത്തിൽ വാർത്ത കണ്ടല്ലോ. അത് നടന്നില്ല സർ. സ്ഥിരമായി പൂജ നടത്തുന്ന ഒരു ടീമായിരുന്നു അതിന് പിന്നിൽ. ഞാൻ അറിഞ്ഞില്ല. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്കു അങ്ങനെ മൾട്ടി ലാംഗ്വേജസ് എന്നൊക്കെയായിരുന്നു ഘോഷം. സത്യം പറഞ്ഞ അതിന്റെ സംവിധായകന് മലയാളം പോലും തെറ്റാതെ എഴുതാൻ അറിയില്ല. ഈ പാവപ്പെട്ടവളെ ഒന്ന് പരിഗണിക്കണേ സർ. പട്ടിണി ആയതുകൊണ്ടൊന്നല്ല, ഈ രംഗത്ത് മനസ്സങ്ങ് സമർപ്പിച്ചു പോയി. ബാല, യെസ് സർ. ഒരു സോപ്പിന്റെ ആടില്ലേ? ആ യെസ്. അത് കാർത്തികയ്ക്ക് കൊടുത്തേക്കും. അയ്യോ അല്ല സർ, അത് അച്ചായൻ പറഞ്ഞ ലിസയ്ക്ക്. ലിസ ഇപ്പൊ ഒരു സോപ്പിന്റെ ചെയ്തതല്ലേ ഉള്ളൂ. അച്ചായനോട് ഞാൻ പറഞ്ഞേക്കാം. ഷീ വിൽ ലുക്ക് ആഫ്റ്റർ ദിസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അതെന്താ? ഐ എം ഹാപ്പിഡാ. വൈ? ഗുരുജിയുടെ ആടല്ലേ, അപ്പൊ മാന്യമായിട്ട് ഡ്രസ് ഉണ്ടാവും. അത് സോപ്പായാലും കുളിയായാലും. അയ്യോ, എന്നെ ഞാൻ കേക്കുന്നേ. ഇത്രയും വലിയ കോടീശ്വരനായ അങ്ങ് കേറിയിട്ട് എന്നാ വിളിച്ചേ? സാറേന്നാ. ആ ചാമര എന്നെ എടാ വില്യമേന്നാ വിളിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും വിളിച്ചാ മതി കേട്ടാ. എടാ വില്യമേ. അയ്യോ, ഞാനൊരു ശീലന് കയറി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ കയറി അങ്ങോട്ട് ശരി. എടാ വില്യം സാറേ,
ഇനി എങ്ങനെ കാര്യങ്ങൾ? ഇപ്പൊ പാക്കപ്പ് അല്ലേ, ഇനി സ്റ്റുഡിയോയുടെ അകത്തുള്ള വർക്കുകളൊക്കെ ഉള്ളു. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ ചോദിച്ചത് മറ്റേ കാര്യങ്ങള്. ആ മിക്സിങ്, ഗ്രാഫിക്സിന്റെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? എടാ, ഞാനൊരു പോങ്ങനാന്നിരിക്കല്ലേ, എന്റെ ഫാനിന്റെ പരിസരത്തിൽ വിളിച്ച ആ പെണ്ണുണ്ടല്ലോ, എന്താ ബലാലിന്റെ പേര്? ലിസ, മുഴുവൻ പേര് എലിസബത്ത്. ആ, എന്ത് ചെയ്താനോ അതിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യങ്ങള്? ദാ, എടാ വർക്ക് പിടിക്കാൻ നേരത്തെ നിന്റെ അച്ചായൻ സാറ് ഒളിഞ്ഞും തെളിഞ്ഞും പല ഓഫറുകളും എനിക്ക് തന്നിരുന്നു, കൂടെ നീയും. ആര്? ലിസയാ? എന്റെ പൊന്നിക്ക, കൊടി കെട്ടിയ ഒരുപാട് അവന്മാര് വിചാരിച്ചതാ നടക്കൂല. അവളെ തള്ളയുണ്ടല്ലോ ഒരു മറുതയാ. അവര് തിളച്ചങ്ങ് ചൂടായി വന്നാലുണ്ടല്ലോ ഈ കട കമ്പനിയിലെ സകല ഫാനും കൊണ്ടുപോയിട്ട് കറക്കാലും തണക്കൂല. ഇത് നടക്കൂല. അല്ല എടാ, അതെ, എല്ലാ മോഡൽസും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കേട്ടാ ഞാൻ ഈ പണ്ടാരം പിടിക്കാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കയ്യിലിരുന്ന് കായ് പോയത് മിച്ചം. എന്റെ പൊന്നിക്ക, ആ ലിസ പറ്റൂലെന്നല്ലേ പറഞ്ഞോളൂ, വേറെ ഒരുപാടുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് നല്ല പെടക്കണ ഐറ്റംസ് ഇല്ലേ? അപ്പൊ ഈ കേക്കണലൊക്കെ സത്യം ഉണ്ടല്ലേ? സത്യാണോന്നോ? നഗ്ന സത്യം. അതാണ് എനിക്ക് വേണ്ടത്. ഏത് നഗ്ന സത്യ? ഒട്ടുമുക്കാലും ഫോർ സെയിലാ. ഫോർ സെയിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആദായ വിൽപ്പന. രണ്ടാദായ വിൽപ്പന. ഹായ്. ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? 4 വർഷം സൗദിയിലായിരുന്നേ. ഇതേതാ സാധനം? അത് ഈ ആട് ഷൂട്ട് ചെയ്യാനാ കണ്ടു വന്ന. ഇതേപോലെ വല്ല സ്റ്റുഡിയോ തുടങ്ങിയാൽ മതിയായിരുന്നു. ആരെ കാണാനാ? ഇവിടുത്തെ അച്ചായൻ സാറിനെ വരാൻ പറഞ്ഞിരുന്നു. ആ, നിങ്ങളീ പറഞ്ഞ അച്ചായൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ഞാന്. ഈ സായനോര സ്റ്റുഡിയോയുടെ ഓൾ ഇൻ ആളും. ഇനി പറ, എന്തിനാ വന്നത്? ഇയാളും ആ അച്ചായന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണോ? ഞാനും കൊറേയൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഒരു മനസാക്ഷി ഇല്ലാത്ത ആ നസ്രാണിക്ക് 2 മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ചോദിച്ചത് കേട്ടില്ലേ? എന്തോ പരസ്യമുണ്ടെന്ന് അച്ചായൻ സാറ് പറഞ്ഞിരുന്നു. ആ, ഈ അണ്ടർ ഗാർമെന്റ്സിന്റെ വല്ലോ? അങ്ങനെ ഏതാണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇടുന്ന ബോഡീസ്. ആ, ബോഡീസ് അല്ല, ബാഡീസ്. ബാഡീസ്. ഈ കൊച്ചാണോ മോഡല്? അതെ, എന്റെ മോളാണ്. ആ, ഒന്ന് എഴുന്നേറ്റ്. അക്ക ഒന്ന് ഇരിക്കുക, അടങ്ങ്. ഒരുപാട് എഴുന്നേക്കെ ഇരിക്കുകയും ചെയ്തതല്ലേ. ആ കൊച്ചെഴുന്നേക്ക്. ഒന്ന് തിരിഞ്ഞേ. അതെ, അച്ചായനെ ഈ കുട്ടിയെ കണ്ടായിരുന്നു? ഫോട്ടോ കണ്ടിരുന്നു. അയ്യ, ഫോട്ടോ എന്തൊരു 3Dയാ? അയ്യ, ഒരു മനസാക്ഷി ഇല്ലാത്തവൻ. ആര്? ഞാനോ? താനല്ല, അവൻ. പൈസ മുടക്കുന്നവന് ഒരു വിലയില്ല ഇവിടെ. അത് തന്നെ. കുട്ടി, ഇനി ഇരുന്നോളൂ. ആരാ പോയേ? സ്വാമി. പോത്തുസ്വാമി എന്നാ എല്ലാരും വിളിക്കുന്നേ. പോത്തിറച്ചിയോടാ കമ്പം. സ്വഭാവം അതുപോലെയാ. മോള് പേടിക്കണ്ട, പോത്തുസ്വാമിയാ. അല്ല വില്യം സാറേ, ആ കൊച്ചിന്റെ തലകെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ, മൂപ്പരെന്തോ അണ്ടർന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞു. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത് തേങ്ങ? തേങ്ങയും മാങ്ങയൊന്നുമല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചിന്തിനാ വന്നേ? അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടോണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച് അഭിനയിക്കൂ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്. നിർബന്ധമാണോ? നിർബന്ധമാണോ? സീരിയസ്? ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? കാലങ്ങളായി സൗദി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടവര് പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു, ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോന്ന്. അതാവുമ്പോ മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്താ വിളിച്ചത്? മുതലാളിന്ന്
ഓ, അതെനിക്ക് ഇഷ്ടായി. എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി വിളിച്ചിട്ടില്ല. ഇഷ്ടായി സ്വാമി. അതുപോട്ടെ, കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടതാ. കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരായി. അതെന്താണോ വില്യംസ്? ആ ലിസേനെ ഒപ്പിച്ചു കൊടുക്കുന്ന പേരാണ്. വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. ആ വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പായി. നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്നസ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല.